നമസ്കാരം. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ബുദ്ധമത വിശ്വാസി ആദ്യ ചീഫ് ജസ്റ്റിസ് ആകുന്ന മുഹൂർത്തത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തിന്റെ 52ാമത് ചീഫ് ഗസ്റ്റായാണ് ഗവായി ചുമതലയേൽക്കുന്നത്. KG ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ദളിത് വ്യക്തി കൂടിയാണ് ഗവായി. രാഷ്ട്രപതി ഭവനിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഈ വർഷം നവംബർ 23 വരെയാണ് ഗവായിയുടെ കാലാവധി. മഹാരാഷ്ട്ര സ്വദേശിയായ ഗവായി 1985 അഭിഭാഷകനായത്. 2019 സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്നത്. രാജ്യവിരുദ്ധ പരാമർശം, അഖിൽ മാരാർക്കെതിരെ കേസ്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്നാണ് പോലീസ് FIR. അഖിൽ മാരാർ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയാണ് പോലീസിൽ പരാതി നൽകിയത്. പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ ധാരണയിലെത്തിയതിനെതിരെ അഖിൽ സമൂഹമാധ്യമം വഴി പ്രതികരിച്ചിരുന്നു. മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയെന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. വിവാദമായതിനെ തുടർന്ന് പോസ്റ്റ് നീക്കം ചെയ്തു. മയക്കുമരുന്ന് ലഹരിയിൽ ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. മകളുമായി രാത്രി വീട് വിട്ടോടി യുവതി. ഒടുവിൽ രക്ഷകരായത് നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു. താമരശ്ശേരി അമ്പായത്തോട് ഇന്നലെ രാത്രിയാണ് സംഭവം. പനന്തോട്ടിൽ നസ്ജയും മകളുമാണ് ഭർത്താവ് നൌഷാദിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. മയക്കുമരുന്ന് ലഹരിയിൽ വീടിനകത്ത് വെച്ച് തലയ്ക്കും ദേഹത്തും ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൊടുവാളുമായി വീടിന് ചുറ്റും ഓടിച്ചതായും സജന പറയുന്നു. രാത്രി 10 മണിയോടെ തുടങ്ങിയ മർദ്ദനം പുലരുവോളം നീണ്ടു. ഒടുവിൽ സജനയും മകളും വീട് വിട്ട് ഓടുകയായിരുന്നു. വീട് വിട്ടോടി വാഹനത്തിന് മുന്നിൽ ചാടി മരിക്കാനായിരുന്നു നോക്കിയതെന്ന് സജന പറഞ്ഞു. നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. താമരശ്ശേരി പോലീസ് ആശുപത്രിയിലെത്തി ഇവരുടെ മൊഴി എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിൽ നിന്നും കാണാതായ 3 കുട്ടികളെ തമ്പാനൂരിൽ നിന്നും കണ്ടെത്തി. കുട്ടികൾ ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇന്നലെ രാവിലെ മുതലാണ് 3 കുട്ടികളെ കാണാതായത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇവർ കറങ്ങി നടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. സ്ഥലം കാണാൻ ഇറങ്ങിയതാണ് എന്നാണ് കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ കൈവശം വസ്ത്രങ്ങൾ നിറച്ച ബാഗ് ഉണ്ടായിരുന്നു. ലാസർ മാർക്കറ്റിന് സമീപം താമസിക്കുന്ന ഷമീറിന്റെ മക്കളായ 15-കാരൻ മുഹമ്മദ് അഫ്രീദിനെയും 13-കാരൻ മുഹമ്മദ് ഹഫീസിനെയും അയൽവാസിയായ ഫറാദിന്റെ മകൻ 15 വയസ്സുള്ള അദീൻ മുഹമ്മദിനെയുമാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. ട്രെയിനിൽ കയറി വിദ്യാർത്ഥികൾ പോയതായാണ് പോലീസിന് ലഭിച്ച സൂചന. വീട്ടിൽ നിന്ന് 3000 രൂപയുമായാണ് വിദ്യാർത്ഥികൾ പോയത്. ഗോവയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾ സംസാരിച്ചതായും ഫോണിൽ ഗോവയിലേക്കുള്ള ദൂരം സെർച്ച് ചെയ്തതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ഏറ്റുമാനൂരിൽ ഡോക്ടറുടെ വീടിന് നേരെ ആക്രമണം. കാറും അടിച്ചു തകർത്തു. പ്രതി പിടിയിൽ. ഏറ്റുമാനൂർ സ്വദേശി സിനി ജോർജിന്റെ വീടിന് നേരെയാണ് പുലർച്ചെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് അപരിചിതനായ ഒരാൾ വീട്ടിലെത്തി ബഹളം വെച്ചതെന്ന് സിനി ജോർജ് പറയുന്നു. വീടിന്റെ വാതിലും ജനലും തകർക്കാൻ ശ്രമിച്ചു. കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായി അടിച്ചു തകർത്തു. ഇവർ വിവരമറിയിച്ച അനുസരിച്ച് ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി. ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്നാണ് സംശയം. വയനാട് സ്വദേശിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. പുലർച്ചെ മറ്റു ചില വീടുകളുടെ മുന്നിലെത്തിയും ബഹളം വെച്ചിരുന്നതായാണ് വിവരം. ഇയാളെ വിശദമായ പരിശോധന നടത്തും.